അന്ധവിശ്വാസ അനാചാര നിരോധന നിയമം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ വിദഗ്ധ സമിതിയെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. സമിതി രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു. സമഗ്രമായി പരിശോധിച്ച സമിതി കരട് ബിൽ തയ്യാറാക്കും. മുൻ നിയമ സെക്രട്ടറി കെ ശശിധരൻ നായർ, മുൻ DGP ജേക്കബ് പുന്നൂസ്, വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സഖീർ എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ആഭ്യന്തര വകുപ്പ് ഇതിൻ്റെ ഉത്തരവിറക്കിയിട്ടുണ്ട്. 24 ബ്രേക്കിംഗ് വാർത്തയുമായി അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അലക്സ്, ഗുഡ് മോർണിംഗ്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇത് നടപ്പിലാക്കട്ടെ. കാരണം കൊല്ലത്ത് സ്വാമിയെ പോലെ കുറേ ആളുകൾ ഈ നാട്ടിൽ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ചതുപോലെ കേരളം ഇത്രയേറെ പുരോഗമനം അവകാശപ്പെടുന്നുണ്ട്, ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ട്. പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം കേരളത്തിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അഭിചാരക്രിയകളും ഒക്കെ കേരളത്തിൽ യഥേഷ്ടം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം വാർത്തകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വരുന്നത്. പത്തനംതിട്ടയിലെ നരബലി നമ്മൾ കണ്ടു, കോട്ടയത്ത് നിന്നുള്ള വാർത്ത കണ്ടു, കൊല്ലത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ആഭിചാരക്രിയയുടെ വാർത്ത കണ്ടു. തലയിൽ ആണിയടിക്കുക, മുറിവേൽപ്പിക്കുക, ശരീരത്തിൽ ആ തരത്തിൽ വേദനിപ്പിക്കുക തുടങ്ങി ക്രൂരമായ അതിക്രൂരമായ ആഭിചാരക്രിയകളുടെ വാർത്തകളാണ് ഈ ദിവസങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ പത്തനംതിട്ട നരബലിയോടനുബന്ധിച്ച് തന്നെ സംസ്ഥാനത്ത് അന്ധവിശ്വാസ അനാചാര നിയമം പാസാക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി പരിഗണിച്ച് അതിന്റെ തുടർ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സമഗ്രമായി പരിശോധിച്ച് കരട് ബിൽ തയ്യാറാക്കാൻ വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ധവിശ്വാസ അനാചാര നിരോധന നിയമം അത് പാസാക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. അതിനുവേണ്ടിയാണ് ഈ വിദഗ്ധ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ശശിധരൻ നായർ, മുൻ നിയമ സെക്രട്ടറിയും ജില്ലാ ജഡ്ജിയുമായിരുന്ന ശശിധരൻ നായർ, മുൻ DGP ജേക്കബ് പുന്നൂസ്, വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ എന്നിവരാണ് ഈ വിദഗ്ധ സമിതിയുടെ അംഗങ്ങൾ. അഡ്വക്കേറ്റ് ജനറലിന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെയും ശുപാർശയിലാണ് ഈ നടപടി കൈക്കൊണ്ടിട്ടുള്ളത്. സാമൂഹികവും നിയമപരവും ഭരണഘടനാപരവുമായ വശങ്ങൾ സമിതി പരിശോധിച്ചായിരിക്കും ഈ കരട് ബിൽ തയ്യാറാക്കുക. മറ്റു സംസ്ഥാനങ്ങളുടെയും സമാനമായ നിയമങ്ങൾ സമിതി പഠിക്കും. നിയമപരിഷ്കാര കമ്മീഷൻ ജസ്റ്റിസ് KT തോമസ് തയ്യാറാക്കിയ കരട് പ്രമേയവും ഈ സമിതി പഠിക്കും. ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.